താമസിക്കാൻ കോടതി ഉത്തരവുണ്ടായിട്ടും വീടിനു പുറത്തായി യുവതി. കോട്ടൂർ പഞ്ചായത്തിലെ മൂലാട് അംഗനവാടിക്ക് സമീപം പാറക്കണ്ടി സജീവന്റെ ഭാര്യ ലിജി സജി 49 2 ദിവസമായി വീടിനു പുറത്തായത്. കഴിഞ്ഞ ദിവസം ഗേറ്റിന് പുറത്തായിരുന്നെങ്കിലും ഇന്നലെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ലിജി ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് വീടിന്റെ വരാന്തയിൽ എത്തിയിട്ടുണ്ട്. ഹൃദ്രോഗിയായ ലിജി 2 ദിവസമായി ഭക്ഷണം പോലും കഴിക്കാത്ത അവസ്ഥയിലാണ്. പഞ്ചാബിലെ ലുധിയാനയിലുള്ള ജോലിസ്ഥലത്ത് നിന്നും നാട്ടിലെത്തിയപ്പോഴുണ്ടായ അവസ്ഥയാണിത്. 28 വർഷം മുമ്പായിരുന്നു സജീവന്റെയും ലിജിയുടെയും വിവാഹം നടന്നത്. നാടുവിട്ട് പഞ്ചാബിലെത്തിയ സജീവനെ പരിചയപ്പെട്ട ലിജി പിന്നീട് സജീവനെ വിവാഹം ചെയ്യുകയായിരുന്നു. ലിജിയുടെ സഹായത്തോടെ അന്ന് സജീവന് അവിടെയുള്ള ആക്രിക്കടയിൽ ജോലിയും കിട്ടി. എന്നാൽ പിന്നീട് സജീവൻ ലിജിയുടെ ആളുകളുടെ സഹായത്തോടെ അമേരിക്കയിൽ എത്തുകയായിരുന്നു. ആദ്യം സൗത്ത് അമേരിക്കയിൽ ജോലി ചെയ്ത സജീവൻ പിന്നീട് സുറീനയിൽ സ്വന്തമായി ബിസിനസ് തുടങ്ങുകയായിരുന്നു. അമേരിക്കയിൽ നിന്നും സജീവൻ പഞ്ചാബിലെത്തി ലിജിയെയും കൂട്ടി നാട്ടിലെത്തുകയായിരുന്നു പതിവ്. എന്നാൽ പിന്നീട് മറ്റൊരു യുവതിയുമായി ഉണ്ടായ അടുപ്പം ലിജി അറിഞ്ഞതോടെ പ്രശ്നമാവുകയായിരുന്നു. 3 വർഷം മുൻപ് ഈ സംഭവം അറിഞ്ഞ ലിജി തനിക്കും മകൾക്കും വീടും സ്ഥലവും നൽകണമെന്നും ചിലവിന് നൽകണമെന്നും ആവശ്യപ്പെട്ട് സജീവനെതിരെ പേരാമ്പ്ര കോടതിയിൽ അന്യായം ഫയൽ ചെയ്തിരുന്നു. 2023 ഒക്ടോബർ 19 കോടതി ഇവർക്ക് വീട്ടിൽ കയറി താമസിക്കാൻ ഉത്തരവ് നൽകുകയും ചെയ്തു. എന്നാൽ വീട്ടിലെത്തിയ ലിജിയെ സജീവന്റെ സഹോദരങ്ങൾ വീട്ടിൽ കയറ്റാൻ അനുവദിച്ചില്ലെന്നാണ് ലിജി പറയുന്നത്. ഞങ്ങള് 28 വർഷമായി. ഇത് 29ാമത്തെ വർഷമാണ്. ഈ ഓഗസ്റ്റ് മാസത്തില് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ പോയതാണ്. ഈ സ്ത്രീ ഷായാഷ എന്ന് പറഞ്ഞ സ്ത്രീയെ ചൊല്ലിയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് സപ്പോർട്ട് മൊത്തം അനിയന്, പെങ്ങന്മാര് പൈസയ്ക്ക് വേണ്ടി, സ്ഥലത്തിന് വേണ്ടി മാത്രം എന്നെ എൻ്റെ കൊച്ചിനെ അവോയ്ഡ് ചെയ്തോണ്ട് ഈ പരിപാടി മൊത്തം നടന്ന് എനിക്കറിയത്തില്ലായിരുന്നു. 2023 ഞാൻ എല്ലാ പ്രൂഫും കാണുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ കേസ് ഇപ്പൊ ഫയൽ ചെയ്തത്. 2023 എനിക്ക് അന്നേരം എനിക്ക് ഇവിടെ കയറി താമസിക്കാനുള്ള ഓർഡർ കിട്ടി. പിന്നെ ഇവരെന്നെ കേട്ടാൽ ഞാൻ 3-4 പ്രാവശ്യം ഇവിടെ വന്നു പോയതാണ്. അന്നേരം എല്ലാം താലയായതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി. പിന്നെ ഇപ്രാവശ്യം വന്നപ്പോ എനിക്ക് ഒന്നാമത് സുഖമില്ല. അപ്പൊ ഇവിടുത്തെ നാട്ടുകാരും എല്ലാരും കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർഡർ കിട്ടിയതിനകത്ത് നിങ്ങൾ എന്തുകൊണ്ട് വന്ന് താമസിക്കുന്നില്ല? എനിക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. എന്റെ ഹസ്ബൻഡ് എനിക്ക് 3-4 വർഷമായിട്ട് ചെലവിന് തരുന്നില്ല. അവിടെ പേര് ഷായാഷയാണ്. ഇപ്പം അനിയന്റെ വീട്ടില് എന്റെ ഭർത്താവും കൊണ്ട് 4 ലേഡിയും താമസിക്കുന്നുണ്ട്. അവരെ ഈ ഭർത്താവും എന്റെ അനിയൻ ബിജുവിന്റെ ഭാര്യ ബീന, എന്റെ ഭർത്താവിന്റെ മൂത്ത പെങ്ങള് ഷൈല, ഇവരൊക്കെ കൂടെ സേവ് ചെയ്താണ് ഇപ്പൊ അവിടെ താമസിക്കുന്നുണ്ട്. ഈ സ്റ്റേ അവിടെ ഉണ്ട് ഇവിടെ. അപ്പൊ എനിക്ക് പേടിയാവുന്ന കാരണം എനിക്കൊരു പ്രൊട്ടക്ഷനും ഇല്ല. ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ഇതൊരു പ്രൊട്ടക്ഷൻ ഇന്നില്ല. അവര് വന്നു പോയതല്ലാതെ ഞാൻ ഈ ചൂടത്ത് ഇവിടെ കിടന്ന്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ചൂടത്ത് കിടന്നിട്ട് അവര് രാവിലെ പോലും ഇത്രയും നേരമായിട്ട് അവരത് തുറന്നു തരാൻ പോലും തയ്യാറല്ല. സ്റ്റേഷനിൽ നിന്നാണ് ഇന്നലെ ഇവരെല്ലാരും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഈ നാളെയാട്ടെ. എന്നിട്ട് ഇതുവരെ അവര് വന്നത് അത് കഴിഞ്ഞാണ് ഞാനിത് തുറന്നിവിടെ കയറിയത്. എന്നിട്ട് ഇതേ സമയം വരെ ഒരാഴ്ചനെടുത്തിട്ടില്ല. ഇത്രയും സുഖമില്ലാതെ വന്ന് ഈ ചൂടത്ത് എല്ലാം ഓഫാക്കി കഥ കുഴച്ചിരിക്കുന്നത്. ഞാൻ വെള്ളി കുത്തിയിരിക്കും എങ്ങനെ നിലത്തൊട്ട്. കോടതി ഉത്തരവിൽ എനിക്ക് ഇവിടെ കയറി താമസിക്കാനുള്ള ഒക്ടോബർ 19 എനിക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നതാണ്. എന്നോടുള്ള ഞാൻ സ്ത്രീയുടെ കാര്യം ഇവിടെ പറഞ്ഞതിന് കേസ് കൊടുത്തതിനുള്ള ദേഷ്യത്തിന് ഒക്ടോബർ 25 എന്റെ ഭർത്താവിന്റെ അനിയന് എഴുതി കൊടുത്തിരിക്കുന്നു. 2 ദിവസമായി വീട്ടിലെ വരാന്തയിലാണ് കഴിയുന്നത്. ജോർജിയയിൽ MBBS പഠിക്കുന്ന മകളും നാട്ടിലെത്തിയാൽ ആകെ പ്രയാസത്തിലാകുമെന്നാണ് ലിജി പറയുന്നത്. അനുസ്മയ CK, ട്രൂ വിഷൻ ന്യൂസ്, പേരാമ്പ്ര. കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകം
ഭാഗ്യത്തിലേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ 23 മുതൽ 27 വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന് കൂടി ചേരുന്ന സ്വർണ്ണ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പേരാമ്പ്ര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് ഞങ്ങളുടെ ഉറപ്പ്. വരും മനസ്സിന്റെ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും.